കണ്ണൂരിലെ പ്രശസ്ത ക്ഷേത്രമായ ശ്രീ മുണ്ടയാംപറമ്പ് ഭഗവതി ക്ഷേത്രം മേടത്തിറ മഹോത്സവം 27, 28, 29 തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടക്കേ മലബാറിലെ പ്രസിദ്ധമായ ശ്രീ മുണ്ടയാംപറമ്പ് തറപ്പുമീത്തൽ ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളാണ്. ക്ഷേത്രത്തിലെ ഈ വർഷത്തെ മേടത്തിറ മഹോത്സവം ഏപ്രിൽ 27, 28, 29 തീയതികളിലായാണ് നടക്കുന്നത്. ശ്രീ മുണ്ടയാംപറമ്പിൽ അമ്മയുടെ ഓമന കല്യാണം എന്ന് വിശേഷിപ്പിക്കുന്ന മേടത്തിറ മഹോത്സവത്തിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും ഭക്ത്യാദരപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മുടെ കണ്ണൂരിനോടൊപ്പം വടകരയിലും സമ്മേളനം വിളിക്കാനുണ്ടായ കാരണം ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ വലിയൊരു പങ്ക് ഈ വടകര, നാദാപുരം, കുറ്റ്യാടി മേഖലകളിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ്. അവർ എല്ലാ വർഷവും കൃത്യമായി തന്നെ പ്രധാനമായും മേടത്തിറ മഹോത്സവ ദിവസം രാവിലെ മുതൽ തന്നെ ധാരാളം ഭക്തജനങ്ങൾ ക്ഷേത്രദർശനത്തിന് എത്തുന്നു. ഏപ്രിൽ 28 മഹോത്സവം. പുലർച്ചെ 3 മണിക്ക് അറവിലാൻ ദൈവത്തിൻ്റെ തിറയും, അന്നേ ദിവസം രാവിലെ 8 മണിക്ക് പെരുമ്പേശൻ തെയ്യവും കെട്ടിയാടും. 28 ഉച്ചക്ക് 1 മണിക്കാണ് പ്രസിദ്ധമായ കൊണ്ടൂങ്കര ചോറുകൂരൽ ചടങ്ങ്. വൈകുന്നേരം 5 മണിക്ക് വലിയ തമ്പുരാട്ടിത്തിറ ഭക്തജനങ്ങൾക്ക് ദർശനമേകും. അതോടൊപ്പം തന്നെ രാത്രി 8 മണി മുതൽ തെയ്യക്കോലങ്ങൾ പുലർച്ചെ വരെ തന്നെ അടിയന്തരങ്ങൾ കെട്ടിയാടും. സമാപന ദിവസമായ ഏപ്രിൽ 29 പുലർച്ചെ ഭഗവതിയുടെ കുഴിച്ചിൽ എഴുന്നള്ളത്ത് ചടങ്ങാണ്. അതിനുശേഷം രാവിലെ 10 മണി മുതൽ ചെറിയ തമ്പുരാട്ടിത്തിറ ക്ഷേത്രത്തിൽ കെട്ടിയാടും. ഉത്സവ ദിവസങ്ങളായ 27, 28, 29 തീയതികളിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് അന്നദാനം ഉണ്ടായിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഭക്തജനങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ വർഷം കുറച്ചധികം ഈ വരൾച്ച അനുഭവപ്പെടുന്നതിനാൽ നമ്മൾ ക്ഷേത്രത്തിൽ പരമാവധി എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങളും മുൻകാലങ്ങളിൽ ചെയ്ത് വരുന്നത് പോലെ ഈ വർഷവും ഒരുക്കിയിട്ടുണ്ട്. എന്നാലും വാഹനങ്ങളിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾ പരമാവധി കുടിവെള്ളം, ഭക്ഷണം പാചകം ചെയ്യാനും മറ്റും കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കുമെന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ഈ സാധാരണ നിലവിലുള്ള തടപ്പള്ളി ഒഴിവാക്കി, അതായത് ശ്രീകോവിലിന് തൊട്ട് മുമ്പിൽ തന്നെ തടപ്പള്ളിയുണ്ട്. ഈ 3 ഉത്സവ ദിവസങ്ങളിലൊന്നും തന്നെ അവിടെ ഒരു നിവേദ്യങ്ങളും വെക്കാറില്ല. ഇതൊക്കെ താഴെ ഈ കുളത്തിനപ്പുറത്ത് കുണ്ടുംകര എന്ന് പറയുന്ന പ്രത്യേക സ്ഥലത്തൊരു ഓലപ്പുര കെട്ടി അതിനകത്ത് വെച്ചിട്ടാണ് അന്ന് നമ്പൂതിരിമാർ ഭക്ഷണം ഉണ്ടാക്കുക. ആ ഭക്ഷണം ഉണ്ടാക്കിയാൽ തന്നെയും ഈ മേഖലയിൽ നിന്ന് വരുന്ന പേരാമ്പ്ര, കുറ്റിയാടി ഈ മേഖലയിൽ നിന്ന് വരുന്ന ചില തറവാട്ടുകാർ അവരുടെ അവകാശം എന്ന രീതിയിൽ ഇവിടെ വന്നിട്ട് നമ്പൂതിരിമാർ വെച്ച ചോറ് അവരെ ആവശ്യത്തിന് കോരിക്കൊണ്ടുപോകുന്നൊരു സമീപനം. അങ്ങനെ കൊണ്ടുപോയതിന് ശേഷം മാത്രമാണ് നമ്പൂതിരിമാർ വരെ അവിടുന്ന് ഭക്ഷണം കഴിക്കുള്ളൂ. അതാണ് കുണ്ടുകര ചോറ് പോരൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്നും വരുന്ന ആളുകൾ വാഹനങ്ങൾ ഇവിടുന്ന് സ്പെഷ്യലാക്കിയിട്ടാണ് വരിക. വരുന്നത് പരമാവധി ഇരിട്ടിയിലെത്തി. ഇരിട്ടിയിൽ നിന്ന് മാടത്തിൽ എടൂര് വഴി, ആ വഴി തന്നെ വരണം. ഈ ചെറിയ ഇടുങ്ങിയ വഴികളിലൂടെ അവിടെയൊക്കെ ബോർഡ് കാണാം,
മുണ്ടയാമ്പറമ്പിലേക്കുള്ള വഴി എന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ കാണാം. അത്തരം വഴികളിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങ് ഇങ്ങോട്ടൊരു വണ്ടി വന്നാൽ ഈ ഇടുങ്ങിയ റോഡ് ബ്ലോക്കാവും. അതൊന്ന് വരുന്ന ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക. എടൂര് വഴി തന്നെ വന്ന് മുണ്ടയാമ്പറമ്പിലേക്കുള്ള മെയിൻ റോഡിലൂടെ മാത്രം വരാൻ ശ്രമിക്കുക. മറ്റൊന്ന് പറയാനുള്ളത്, ഈ കോഴി അറവ് കഴിഞ്ഞാൽ അവിടെ വെച്ച് തന്നെ പാചകം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പലരും ഗ്യാസ് സ്റ്റൗവും സിലിണ്ടറുമൊക്കെ ആയിട്ട് വന്നിട്ട് അവിടെ നിന്ന് പാചകം ചെയ്യാറുണ്ട്. ഒരുപടി ആളുകൾ അവിടെ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ഇന്ധനങ്ങൾ ഉപയോഗിച്ച് അവിടെ നിന്ന് തന്നെ പാചകം ചെയ്ത് കഴിക്കുന്നവരുണ്ട്. അങ്ങനെ കഴിക്കാൻ വരുന്ന ആളുകൾ തങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം അവിടുത്തെ തീയൊന്ന് അണച്ചു എന്ന് ശ്രദ്ധിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ പോകാൻ പാടുള്ളൂ. കാരണം പലപ്പോഴും അവർ തീ കൂട്ടി പാചകം ചെയ്തു, ഭക്ഷണം എടുത്ത് പോയി അവർ കഴിച്ചു, അവരങ്ങോട്ട് പോകുന്നു. പിന്നീട് അവിടെ തീ പിടിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അവിടെ ഫയർഫോഴ്സും പോലീസും ഒക്കെ നമ്മളുണ്ട്. എങ്കിൽ പോലും ആ തീ വെള്ളം ഒഴിച്ച് അണച്ചതിന് ശേഷം മാത്രം പിരിഞ്ഞു പോകാൻ ഭക്തജനങ്ങൾ തയ്യാറാകണം എന്നാണ് മറ്റൊന്ന്. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.